ഹരിതവിദ്യാലയത്തിന്റെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എഴുത്തച്ഛന്റെ എഴുത്ത് പഠിക്കാൻ നീ പോകണ്ട. എഴുത്തച്ഛന്റെ എഴുത്ത് പോലും ഉണ്ട്. ടച്ച് നിന്റെ ഭാഷ കെടുത്തിക്കളയും. ഇത് വയനാട്ടിലെ അടിയോരുടെ തിറപ്പാട്ടാണ്. കാരണവന്മാർ കുട്ടികൾക്ക് നൽകുന്ന ഉപദേശം. ഇത്തരത്തിൽ ഭാഷ കെടുത്തിക്കളയാത്ത എഴുത്തച്ഛന്മാരെയും പള്ളിക്കൂടങ്ങളെയും തേടിയുള്ള ഹരിതവിദ്യാലയത്തിന്റെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹരിതവിദ്യാലയം വിദ്യാഭ്യാസ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാലയങ്ങളെ വിലയിരുത്തുവാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് സാമൂഹിക നിരീക്ഷകനും വിദ്യാഭ്യാസ വിദഗ്ധനുമായ ഡോക്ടർ RVJ മേനോൻ. അദ്ദേഹമാണ് നമ്മുടെ ജൂറി ചെയർമാൻ. സാഹിത്യകാരനും അധ്യാപകനുമായ അക്ബർ കക്കത്തിൽ, പത്രപ്രവർത്തകയും സാഹിത്യകാരിയുമായ ശ്രീമതി KR മീര, യൂണിസെഫ് ഹൈദരാബാദ് ഓഫീസിൽ സോഷ്യൽ പോളിസി ഓഫീസറായ ഡോക്ടർ പീയൂഷ് ആന്റണി. ഇവർക്കൊപ്പം അതിഥി ജൂറിയായി A. ഷാജഹാൻ IAS, ഇപ്പോൾ ഗ്രാമവികസന കമ്മീഷണർ, കൊല്ലം ജില്ലാ കളക്ടറായിരുന്നു, DPPയുടെ ആദ്യ ഓപ്പറേഷൻസ് ഡയറക്ടർ. പുറന്തള്ളപ്പെട്ട പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ ശാക്തീകരണത്തിനും അധ്യാപകരുടെ ലിംഗ സാമൂഹിക നീതി പരിശീലനത്തിനും ഏർപ്പെട്ടിരിക്കുന്ന മഹിളാ സമഖ്യ എന്ന കേന്ദ്ര സർക്കാർ പ്രോജക്ടിന്റെ സ്റ്റേറ്റ് ഡയറക്ടർ ഡോക്ടർ സീമ ഭാസ്കർ. വയനാട്ടിൽ വേറിട്ടൊരു വിദ്യാലയമുണ്ട്. പ്രശസ്ത എഴുത്തുകാരൻ KJ ബേബി കാടിന്റെ മക്കൾക്കു വേണ്ടി തുടങ്ങി ഒടുവിൽ കാടിന്റെ മക്കൾ തന്നെ ഏറ്റെടുത്ത കനവ്. കുട്ടികളെ അവരുടെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം നടത്തുന്ന ഒരു രീതിയാണ് കനവ് നടപ്പിലാക്കുന്നത്. ഇത്തരത്തിൽ പഠന പ്രവർത്തനങ്ങൾ നടത്തുന്ന നിരവധി സ്കൂളുകൾ നമുക്കുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം വയനാട് ജില്ലയിലെ GUPS തേറ്റമലയെ ഈ വേദിയിലേക്ക്. സ്കൂളിന്റെ വീഡിയോ പ്രൊഫൈൽ കാണാം. കേരളസിംഹം വീരപഴശ്ശി അന്ത്യവിശ്രമം കൊള്ളുന്ന മാനന്തവാടിയിൽ നിന്നും 13 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന മലയോര ഗ്രാമമാണ് തേറ്റമല. തൊഴിൽ രാമക്കുറുപ്പ് എന്ന മഹാനുഭാവൻ സംഭാവനയായി നൽകിയ 1.5 ഏക്കർ സ്ഥലത്ത് 1955 തേറ്റമല ഗവൺമെന്റ് UP സ്കൂൾ ഏകാധ്യാപക വിദ്യാലയമായി പ്രവർത്തനം ആരംഭിച്ചു. 1980 UP സ്കൂളായി ഉയർത്തപ്പെട്ട ഈ സ്കൂളിൽ നിന്ന് 450-ൽ പരം കുട്ടികളാണ് വിദ്യ അഭ്യസിക്കുന്നത്. ഉയർച്ചയുടെ പടവുകൾ താണ്ടിക്കൊണ്ടിരിക്കുന്ന ഈ സ്കൂളിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കും ചോദിച്ചറിയാം. അടുത്തതായിട്ട് ജൂറി അംഗങ്ങളുടെ മുമ്പിൽ നിങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ, അതിനെക്കുറിച്ച്. നേരത്തെ പറഞ്ഞ പോലെ ഭൗതിക സാഹചര്യങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അതാണ് പ്രധാനമായിട്ട് ഞങ്ങൾ ഊന്നി കാണിക്കുന്ന ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ഉച്ചഭക്ഷണ പരിപാടിയിൽ വരുത്തിയുള്ള വൈവിധ്യങ്ങൾ, പിന്നെ അതുപോലെ പരിസ്ഥിതി രംഗത്ത് ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. വളരെ 10-20 വർഷമായി നല്ലൊരു ഔഷധത്തോട്ടം, ഇപ്പോൾ ഒരു ഔഷധത്തോട്ടം ഒരു കാവിന്റെ രൂപം പ്രാപിച്ചു വരികയാണ്. ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ മാതൃകാ പ്രവർത്തനങ്ങൾ കാണാൻ ചെറിയൊരു ആഗ്രഹം തോന്നുന്നുണ്ടല്ലേ? നമുക്കൊന്ന് കണ്ടു നോക്കാം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചയിലേക്ക്. ഈ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് സംഗീതം, നൃത്തം, കരാട്ടെ എന്നിവയിൽ പരിശീലനം നൽകുന്നു. ഞങ്ങളുടെ ഈ വിദ്യാലയത്തിൽ കുറെ വർഷങ്ങളായി ഡാൻസ് ക്ലാസ് നടത്തുന്നതാണ്. ഞാനിപ്പോൾ 6 വർഷത്തോളമായി ഇവിടെ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ട്. കൂടുതൽ ചെലവില്ലാതെ ഞങ്ങൾക്ക് സബ്ജില്ലാ ജില്ലാ കലാമേളയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു. സാമ്പത്തിക ശേഷിയില്ലാത്ത കുട്ടികൾക്ക് ഈ ക്ലാസ് ഒരു നേട്ടം തന്നെയാണ്. കഴിഞ്ഞ വർഷം മുതലാണ് ഞങ്ങൾ കരാട്ടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 30ഓളം കുട്ടികൾ ഈ കരാട്ടയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഈ കരാട്ടെ പഠിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഉന്മേഷവും ധൈര്യവും ലഭിക്കുന്നുണ്ട്. സ്ഥാപിച്ചിരിക്കുന്ന പുസ്തകസഞ്ചി കുട്ടികളെ കൂടുതൽ വായനാശീലമുള്ളവരാക്കുന്നു. വിദ്യാരംഗം ഞങ്ങളുടെ ഈ സ്കൂളിൽ
വളരെ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഒരു ക്ലബ്ബാണ്. വായനാ ദിനം മുതൽ അവധിക്കാല വായനാ കൂട്ടം വരെയാണ് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തനങ്ങൾ നടക്കുക. ഞങ്ങളുടെ സ്കൂളിന്റെ ഏറ്റവും മികവ് എന്ന് പറയാനുള്ളത് തേനും വയമ്പും എന്ന വായനാ പ്രോത്സാഹന പരിപാടിയാണ്. ഇത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഈ സ്കൂളിന്റെ ഏറ്റവും മികച്ച മികവെന്ന് പറയാനുള്ളത്. ഈ വിദ്യാലയത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ സ്മാർട്ട് ക്ലാസ് റൂമും കമ്പ്യൂട്ടർ ലാബും. ഇതാണ് ഞങ്ങളുടെ സ്കൂളിലെ ലൈബ്രറി. 2000-ലധികം പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. ഇനം തിരിച്ചും ക്രമീകരിച്ചുമാണ് ഇത് വെച്ചിരിക്കുന്നത്. ക്ലാസ് ലൈബ്രറി ടീച്ചർമാരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഞങ്ങൾ പുസ്തകം വായിച്ച് വായനാ ഗ്രാഫിൽ സ്വയം രേഖപ്പെടുത്തുന്നു. ആസ്വാദനക്കുറിപ്പ് എഴുതാതെ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്നു. ഇത് ഞങ്ങളുടെ മാപ്പ് സ്റ്റാൻഡാണ്. ഇത് തുണിസഞ്ചിയിൽ ഇട്ടുവെക്കുന്നത് കൊണ്ട് കേടുപാടുകളൊന്നും കൂടാതെ സംരക്ഷിക്കാൻ കഴിയും. ഇവിടുത്തെ പഠന പ്രവർത്തനങ്ങളിൽ പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നു. വിനാഗിരിയിൽ നീല മുക്കിയപ്പോൾ ചുവപ്പായും ചുവപ്പ് മുക്കിയപ്പോൾ ഒരു മാറ്റവുമില്ല. ചാർട്ട് അനുസരിച്ചുള്ള ഭക്ഷണക്രമം ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. എല്ലാ വർഷവും ജൂൺ മാസത്തിൽ തന്നെ ആരോഗ്യ ക്ലബ് രൂപീകരിക്കും. എല്ലാ ക്ലാസ്സിലെയും കുട്ടികളെ 5 ഗ്രൂപ്പുകളായി തിരിക്കും. ഓരോ ഗ്രൂപ്പിലും ഓരോ ദിവസം ഓരോരോ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി ഗ്രീൻ ക്രോസ് എന്ന പേരിൽ 100ഓളം കുട്ടികളുള്ള ഈ സേനയ്ക്ക് പ്രത്യേക യൂണിഫോമും ഉണ്ട്. സ്കൂളിലെ മാലിന്യങ്ങൾ തരംതിരിച്ചാണ് നിക്ഷേപിക്കുന്നത്. ഇതിനായി 2 തരം പാത്രങ്ങൾ ഓരോ ക്ലാസുകളിലുമുണ്ട്. ഒന്നിൽ ജൈവ മാലിന്യവും ഒന്നിൽ പ്ലാസ്റ്റിക് മാലിന്യവും. ജൈവ മാലിന്യം ഞങ്ങൾ മണ്ണിര കമ്പോസ്റ്റ് നിക്ഷേപിച്ച് വളമാക്കും. പ്ലാസ്റ്റിക് ഇപ്പോൾ ശേഖരിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ധന്വന്തരി എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഒരു ഔഷധത്തോട്ടം ഞങ്ങൾക്കുണ്ട്. 225-ൽ പരം ഔഷധ സസ്യങ്ങൾ ഞങ്ങളുടെ ഔഷധത്തോട്ടത്തിലുണ്ട്. പ്രവൃത്തി പരിചയത്തിനും ഇവിടെ കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നു. പ്രവൃത്തി പരിചയത്തിന്റെ ഭാഗമായി പത്തനങ്ങളിലാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. എല്ലാ വർഷവും സംസ്ഥാനത്ത് പങ്കെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ വയറിംഗ്, കുടനിർമ്മാണം എന്നീ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് സംസ്ഥാനത്ത് ബി ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട്. ചന്ദനത്തിരി, കുട, ഫയൽ ബോർഡ്, വയറിംഗ്, തയ്യൽ, സോപ്പ് എന്നീ പ്രവർത്തനങ്ങളിലാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്.